നാൾ ഉറപ്പ് ഇവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തോ ഉറപ്പാണ് പാലിച്ചത് പറഞ്ഞില്ലേ. IREയുടെ എന്താണ് IREയുടെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഏറ്റവും കൂടുതൽ നമ്മൾക്കാളും കൂടുതൽ ഇദ്ദേഹത്തിന് അറിയാലോ. ഒഴുകിക്കൊണ്ടിരിക്കണം. ഇപ്പൊ FSCD അവിടെ ഒരു സ്റ്റോം വാട്ടർ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ പുതിയ തൊരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. മിനിയാന്ന് ചെന്നപ്പോ അതിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കണാണ്. എന്താ ചെയ്തേക്കണം നിങ്ങള്? അല്ല, അവസാനിപ്പിച്ച് ചർച്ച ചെയ്യുന്ന സാറാണ് ചർച്ച എന്ന് പറയുന്നത് ഒഴിവായി പോകുന്ന കാര്യമൊന്നുമില്ല. ആ നടപടിയുള്ള കാര്യമൊന്നുമില്ല. എന്തോ വരണം, സാറ് വരുമല്ലോ, സാറ് വരുത്തും ഞങ്ങൾ. അല്ലെങ്കിൽ സാറിന്റെ വരേണ്ട ആവശ്യമില്ല. എന്താണ് സാർ ഈ പുഴയെന്ന് പറഞ്ഞാൽ ആരെ കമ്പനിയുടെ ആരുടെ സ്വന്തം സാധനമൊന്നുമല്ല, അത് എല്ലാവരും പൊതുമുതലാണത്. ഞങ്ങൾ വന്ന് പറയണോ നിങ്ങളുടെ അടുത്തെല്ലാം നോക്കാൻ? ഞങ്ങളുടെ പരാതിക പ്രകാരം അല്ലാണ്ട് ഇവിടെ നിങ്ങൾ എന്ത് നടപടി എടുത്തേക്കണം? ഇത്രയൊന്നും കാലം കളക്ഷൻ നടത്തണം. വലിയൊരു കുഴൽ ഞങ്ങൾ പിടിച്ചു തന്നിട്ട് നിങ്ങളെ അട്ടിമറിച്ച് ഞങ്ങൾക്കെതിരെ എത്ര കള്ളക്കേസ് കൊടുത്തു? നിങ്ങളുടെ ചെയർമാൻ ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കാൻ നോട്ടീസ് കൊടുത്തില്ലേ? അതാണ് നിങ്ങളുടെ പണി. എല്ലാം പറയണം, ഈ അവസരത്തിൽ പറയണം. ഇതിന്റെയൊക്കെ ഘടകമായിട്ട് വന്നിരിക്കുന്ന സാധനമാണ് ഇത്. സാർ അതുപോലെ തന്നെ ബാർജ് വഴി മാലിന്യം പുറംകടലിലേക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് അനുവാദം കൊടുത്തിട്ടുണ്ട്. അവര് ചെയ്യണെന്താ, മാലിന്യം എന്നാൽ ഏലൂർ മേഖലയിൽ നിന്ന് ഈ ബാർജ് വഴി മാലിന്യം കൊണ്ടുപോകുന്നുണ്ട്. അത് ടാപ്പ് തുറന്നു കേട്ടാ, പുറത്ത് പുറംകടലിൽ കൊണ്ട് കളയാനാണ്. പുറംകടലിൽ ചെല്ലുമ്പോൾ ഈ സാധനം ISR ഒന്ന് ഇവിടെ നിന്ന് കയറ്റിയിട്ട് ഇവിടുന്ന് പോകുമ്പോൾ അവർ കുഴൽ തുറന്നിരുന്നാണ്. എവിടെ പുറംകടലിൽ മാലിന്യം സംസ്കരിക്കാൻ പദ്ധതിയില്ല, അറിയാമോ? അതും ജനങ്ങളെ അനുഭവിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ. ഇത്ര നാള് ഉറപ്പ് ഇവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തോ ഉറപ്പാണ് പാലിച്ചത് പറഞ്ഞില്ലേ. IREയുടെ എന്താണ് IREയുടെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഏറ്റവും കൂടുതൽ നമ്മൾക്കാളും കൂടുതൽ ഇദ്ദേഹത്തിന് അറിയാലോ. ഒഴുകിക്കൊണ്ടിരിക്കണം. ഇപ്പൊ FSCD അവിടെ ഒരു സ്റ്റോം വാട്ടർ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ പുതിയ തൊരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. മിനിയാന്ന് ചെന്നപ്പോ അതിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കണാണ്. എന്താ ചെയ്തേക്കണം നിങ്ങള്? അല്ല, അവസാനിപ്പിച്ച് ചർച്ച ചെയ്യുന്ന സാറാണ് ചർച്ച എന്ന് പറയുന്നത് ഒഴിവായി പോകുന്ന കാര്യമൊന്നുമില്ല. ആ നടപടിയുള്ള കാര്യമൊന്നുമില്ല. എന്തോ വരണം, സാറ് വരുമല്ലോ, സാറ് വരുത്തും ഞങ്ങൾ. അല്ലെങ്കിൽ സാറിന്റെ വരേണ്ട ആവശ്യമില്ല. എന്താണ് സാർ ഈ പുഴയെന്ന് പറഞ്ഞാൽ ആരെ കമ്പനിയുടെ ആരുടെ സ്വന്തം സാധനമൊന്നുമല്ല, അത് എല്ലാവരും പൊതുമുതലാണത്. ഒഴിവാകാനായിരുന്നെങ്കിൽ എനിക്ക് വരേണ്ട ആവശ്യമില്ല. സാറ് വരും, വരേണ്ട ആവശ്യമില്ല. സാറ് വരും, സാറ് തുള്ളി വരും ഇവിടെ. അതൊന്നും തർക്കമൊന്നുമില്ല. സാറിന്റെ ഓഫീസിൽ വരും. വരേണ്ട ആവശ്യമില്ല എന്നല്ല പറയണ്ടത്. ഇത് നിങ്ങളെ കഴിഞ്ഞ ദിവസം ഒരു നിരീക്ഷണം അഞ്ചിറക്കി ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു. ഇതിന്റെ പുറകിൽ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം, നിങ്ങളൊന്നും വന്ന് കാണ് ഇല്ലേ? അപ്പൊ അദ്ദേഹം പറയുന്നതാണ് മോളിൽ നിന്ന് പെർമിഷൻ ഇല്ല. നിങ്ങൾ എന്താണ് ആ വഞ്ചിയിൽ കയറി വന്നിട്ട് ഇവിടുത്തെ വയലേഷൻസ് നോക്കാനായിട്ട് നിങ്ങൾക്ക് എന്താ എത്ര ബുദ്ധിമുട്ട്? നിങ്ങളുടെ അടുത്ത് എത്ര വർഷങ്ങളായിട്ട് പറഞ്ഞു ഞങ്ങളൊരു വഞ്ചി ഇറക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഇവിടുത്തെ വയലേഷൻസ് എന്താണ്. നിങ്ങൾ പുറകിൽ എവിടെ ഡിസ്ചാർജ്, നിങ്ങൾ എവിടെ കാണുന്നത്? എന്നാ നിങ്ങൾ ഡിസ്ചാർജ് കണ്ടേക്കണ? ഈ കമ്പനി എഴുതിയേക്കണ D ഡ്രെയിൻ C ഡ്രെയിൻ എന്നല്ലാണ്ട് അവിടെ പോയല്ലേ നിങ്ങൾ നോക്കണത്. 2014 നീറി വന്ന് നിങ്ങൾ കാണിച്ചു കൊടുത്ത സംശയമില്ല. ഞങ്ങളായിട്ട് സമരം ചെയ്തും പല പരിപാടികളും ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കുടുക്കണ്ടം തോടിന്റെ ഡീകണ്ടാമിനേഷൻ മുതൽ ചക്രച്ചാൽ തോടിന്റെ ഡീകണ്ടാമിനേഷൻ മുതൽ പല പരിപാടികളും നമ്മളിവിടെ ആസൂത്രണം ചെയ്ത് എല്ലാം ഫയലിലുണ്ട്. ഇതെല്ലാം അട്ടിമറിക്കുന്നത് PCB ആണ്. നിങ്ങളാണെന്നല്ല പറയുന്നത്, PCB ആണ്. അതിന്റെ ഏറ്റവും താഴെത്തട്ടിലെ ഒരു ഇരകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഈ ഇരകൾ നിങ്ങളെക്കാൾ വെട്ടുന്ന സാധനങ്ങളാണ്. ഇവരുണ്ടല്ലോ, നിങ്ങളെ വെട്ടുന്ന സാധനങ്ങളാണ്. അടിസ്ഥാനപരമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരേണ്ടത് ഇവിടെ നിന്നാണ്. നിങ്ങൾ അട്ടിമറിച്ചോ, അത് പ്രശ്നമല്ല. പക്ഷെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെ നിന്ന് തരുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായ സമയങ്ങളിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ഇവിടെ ഉള്ള ഇതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കണം. ആദ്യം നിങ്ങൾ വേറെ കാര്യം, നിങ്ങൾ സുരക്ഷിതരാണ് എപ്പോഴും. കുഴിക്കണ്ടം തോട്ടിൽ നിന്ന് കോരിയിട്ട മാലിന്യം പെരിയാറിലേക്ക് പോണ സാധനമുള്ളൂ. ഈ കഴിഞ്ഞ വർഷമാണ് നിങ്ങൾ പരിശോധിച്ചപ്പോ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് അല്ലെ. ഞങ്ങൾ 7000 രൂപ കൊടുത്ത് പരിശോധിച്ചപ്പോൾ എന്തുണ്ടായി? DDT, BHC മുതലുള്ള മാരകമായ വിഷങ്ങൾ. തർക്കമായി നമ്മൾ രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് നിങ്ങൾ തന്നെ സാമ്പിൾ എടുത്ത് ഞങ്ങൾക്ക് ഒരെണ്ണം തന്ന് നിങ്ങളെടുത്ത് പരിശോധിച്ച്. അപ്പൊ നിങ്ങളുടെ കയ്യിലും കിട്ടി, ഞങ്ങളുടെ കയ്യിലും കിട്ടി. അപ്പൊ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യണല്ലേ? നിങ്ങളുടെ മാനിപ്പുലേറ്റിംഗ് അല്ലേ അത്? നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന നിങ്ങളുടെ റിപ്പോർട്ടുകൾ വരെ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?